ഹായ് ഹലോ നമസ്കാരം. ഫൈസൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ഒരു ചില്ലി ചിക്കൻ്റെ റെസിപ്പിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ നല്ല 2 തക്കാളി, അതുപോലെ തന്നെ 3 വലിയ ക്യാപ്സിക്കം വേണം, പിന്നെ മല്ലിയില, പിന്നെ സ്പ്രിംഗ് ഒണിയൻ, 1 കിലോ ചിക്കനാണ് കഴുകിയെടുത്തിട്ടുള്ളത്, അതുപോലെ തന്നെ ഓൾമോസ്റ്റ് 1 കിലോ സവാള, പിന്നെ ഈ ഈ ചിക്കൻ എന്ന് പറയുന്നത് നല്ല ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്തെന്ന് വെച്ചാൽ അതാണ് ഇതിൻ്റെ ഒരു സ്റ്റൈല്. പിന്നെ ഉള്ളത് ഗാർലിക്കുണ്ട്, അതുപോലെ തന്നെ ഇഞ്ചിയുണ്ട്, പച്ചമുളകുണ്ട്. അപ്പോൾ നമുക്ക് സവാള കട്ട് ചെയ്യാണ്. സവാള എന്താണ് ക്യൂബായിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ക്യാപ്സിക്കവും നമുക്ക് അരിഞ്ഞ് ക്യൂബായിട്ട് ചെറിയ ചെറിയ ക്യൂബുകളായിട്ട് കട്ട് ചെയ്യണം. പിന്നെ തക്കാളിയും ക്യൂബായിട്ട് തന്നെ കട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, ഞാനിപ്പോൾ 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ പച്ചമുളക് നീളത്തിനാണ് കട്ട് ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇത് രണ്ടും ചോപ്പ് ചെയ്തിട്ടാണ് എടുക്കേണ്ടത്. ചെറിയ ചെറിയ പീസുകളാക്കി ചോപ്പ് ചെയ്തിട്ട് എടുക്കണം. ഓക്കെ, ചില്ലി ചിക്കൻ നമ്മൾ സാധാരണ ഹോട്ടലുകളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ എന്ന് വെച്ചാൽ സോസിൽ മുങ്ങി ആകെ ആ ഒരു സോസൊക്കെ വാരി ഒഴിച്ച് ഭയങ്കര ശോകമാകും. ഇത് നമ്മൾ ലെസ്സായിട്ട് വളരെ ചെറിയ ചെറിയ സോസുകളാണ് ഉപയോഗിക്കുന്നത്. പിന്നെ സ്പ്രിംഗ് ഓണിയനും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ചിക്കനെ നമുക്കൊന്ന് കുഴച്ചേക്ക് മാറ്റി വയ്ക്കാം. അതാണ് ആദ്യത്തെ ഉദ്ദേശം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ, ഇത് ടേബിൾ സ്പൂണിൻ്റെ കണക്കൊന്നുമല്ല, നമ്മൾ കൈ കണക്കാണ്, എന്നാലും ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് പെരുംജീരകവും കൂടെ ചേർത്തിട്ട് കുറച്ചുപ്പും കൂടെ ചേർത്തിട്ട് അതിനെ കുഴച്ചെടുക്കണം. കുഴയ്ക്കുന്ന സമയത്ത് കുറച്ചുകൂടെ മഞ്ഞൾപ്പൊടിയും കുറച്ചുകൂടെ പെരുംജീരകവും ഇട്ട് ഒന്നുകൂടെ കുഴച്ച് റെഡിയാക്കി അതിലേക്ക് നമ്മൾ ചിക്കൻ എടുത്തിടാൻ പോവുകയാണ്. അതിനു മുന്നേ കുറച്ച് വെള്ളം ചേർക്കേണ്ടതുണ്ട്. വെള്ളം കൂടിപ്പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഒരു പക്കോടയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സെറ്റപ്പില്ലേ, അതിനേക്കാൾ കുറച്ചുകൂടെ ലൂസായിട്ട് എടുക്കുക. അതിനുശേഷം അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കനിൽ ഇതൊന്ന് പിടിച്ചാൽ, കാരണം ചില്ലി ചിക്കൻ നമ്മൾ എടുക്കുമ്പോൾ ഒരു എന്താണ് ഒരു ഭയങ്കര റഫായിട്ടിരിക്കാൻ പാടില്ല, അത് കുറച്ച് സോഫ്റ്റ് ആവണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഇതിനെ കുഴച്ച് മാറ്റി വയ്ക്കാൻ ശ്രമിക്കുന്നു. മാത്രമല്ല അതിനൊരു ഒരു ചൈനീസ് ഡിഷാണല്ലോ ചില്ലി ചിക്കൻ, പക്ഷെ നമ്മൾ കേരള കൊളാബറേഷനാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ചുകൂടെ ഉപ്പൂടെ ഇട്ട് ഒന്നുകൂടെ കുഴച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സവാള എല്ലാം റെഡി ആയിട്ടുണ്ട്, തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പിന്നെ സ്പ്രിംഗ് ഓണിയൻ, മല്ലിയില, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ ക്യാപ്സിക്കമാണ് ഇതിൻ്റെ മെയിൻ. ചട്ടി അടുപ്പത്ത് വെച്ചു, നല്ല അടിപൊളി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് സൂപ്പർ ചിക്കൻ എടുത്തിടാൻ പോവാണ്. ചിക്കൻ ആദ്യം നമ്മളൊരു 75% കുക്ക് ചെയ്യാൻ പോവാണ് ഇതിലിട്ടിട്ട്. അത് തിരിച്ച് മറിച്ചിട്ട് പൊരിച്ചെടുക്കാനല്ല, ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ചിക്കനെ അതിൽ ഇട്ടിട്ടുണ്ട്. തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് അത് ഒരു സൈഡിൽ വെന്തുകൊണ്ടേയിരിക്കുകയാണ്. ആ സമയത്ത് തന്നെ നമുക്ക് മറ്റൊരടുപ്പിൽ ബാക്കി കാര്യങ്ങൾ ചെയ്യണം. അതിന് ആദ്യം ഒരു അടുത്ത ഉരുളി വെച്ചു. ഉരുളിയാണോ പാനാണോ എന്നറിയില്ല, എന്തായാലും വെച്ചു. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് സവാള ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സവാള ഇളക്കി അധികം അങ്ങ് കുഴഞ്ഞു പോകണ്ട, കാരണം ഈ ചിക്കൻ എന്ന് പറഞ്ഞാൽ അതിൽ സവാള കുഴഞ്ഞു പിടിക്കാനുള്ളൊരു ഒരു ഇതല്ല. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും ഇട്ട് ഒന്നുകൂടെ വഴറ്റി അതിലേക്ക് പച്ചമുളകും വെളുത്തുള്ളിയും ഇട്ടിട്ടുണ്ട്. ഓക്കെ, സവാള ഒന്ന് വയന്ന് വരുമ്പോഴാണ് നമ്മൾ ഇതിട്ട് കൊടുക്കുന്നത്. കാരണം ആ ലെയർ വിട്ട് വരുന്ന സമയത്താണ് നമ്മൾ ഇത് രണ്ടും ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. സവാള അങ്ങനെ ബ്രൗൺ കളറൊന്നും ആവേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ തക്കാളി കൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് ആക്കി ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. കണ്ടോ, ഈ ഒരു രീതിയിലേക്ക് വാടി വന്നാൽ മതിയാവും. അതിലേക്കാണ് നമ്മൾ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നത്. ക്യാപ്സിക്കം ഞാൻ
3 വലിയ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം അത് അതിൽ കിടക്കുന്ന കാണാൻ ഭയങ്കര രസമാണ്. മാത്രമല്ല അത് ലാസ്റ്റ് ഈ ചില്ലി ചിക്കൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഈ ക്യാപ്സിക്കം. അല്ലാതെ പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും ഞാൻ ക്യാപ്സിക്കത്തിൽ കണ്ടിട്ടില്ല. ഓക്കെ, ഇതിലേക്ക് നമ്മൾ ഓൾമോസ്റ്റ് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർക്കുന്നുണ്ട്. സോയാ സോസ് ഇല്ല എന്നുണ്ടെങ്കിൽ സോയാബീൻ ആയിരുന്നാലും കുഴപ്പമില്ല, സോയാബീൻ സോസ് ആയിരുന്നാലും പ്രശ്നമില്ല, രണ്ടും ഓൾമോസ്റ്റ് സെയിം ആണ്. സോയാ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ തക്കത്തിന് ഇപ്പുറത്തെ സൈഡിൽ ചിക്കൻ വെന്തിട്ടുണ്ട്. അപ്പോൾ കോൺഫ്ലോർ ചേർത്ത് കുഴച്ച് വെച്ചിരുന്ന ചിക്കൻ നമ്മൾ 75% വേവിച്ചെടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ അരിച്ചെടുത്ത് ഇതിലേക്ക് തട്ടുകയാണ്, എന്നിട്ട് ഇളക്കി കൊടുക്കുകയാണ്. നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണ്ട, ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ആക്കിയാൽ മതി. ഇനിയാണ് അതിലേക്ക് മസാല ഇറക്കുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, കുറച്ച് പെരുംജീരകവും ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ അത് കുറച്ച് ചേർത്തിട്ടുണ്ട്. ഒരുപാടായി പോരുത്, കുറച്ച്. എന്തിനാന്ന് വെച്ചാൽ ഇതിന് കാശ്മീരി ചില്ലിക്ക് അധികം എരിവില്ലല്ലോ, അപ്പോൾ ഇതിനൊരു കളറും ഉണ്ടാവും. അതുകൊണ്ടാണ് കാശ്മീരി ചില്ലി ചേർക്കുന്നത്. അതിലേക്ക് ഗ്രീൻ ചില്ലി സോസ് ചേർക്കുകയാണ്. 3/4 ടേബിൾ സ്പൂണോളം ചില്ലി സോസ് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ടേബിൾ സ്പൂണിന് മുകളിലായിട്ട് ടൊമാറ്റോ സോസ് ചേർക്കുന്നുണ്ട്. പിന്നെ ഹോട്ട് സോസും കുറച്ച് ചേർക്കുന്നു. ഹോട്ട് സോസൊക്കെ മാൻഡേറ്ററി അല്ല, വേണമെങ്കിൽ ചേർക്കാം എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ടൊമാറ്റോ സോസും ടൊമാറ്റോ കെച്ചപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയാമോ? എനിക്കറിയില്ല. എന്തായാലും ടൊമാറ്റോ സോസ് ചേർത്തു. പിന്നെ അതിലേക്ക് നമ്മളിപ്പോൾ ഇങ്ങനെ 2 ടീസ്പൂൺ കോൺഫ്ലോർ അത് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതായത് ഇതൊന്ന് കുഴങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഓൾമോസ്റ്റ് കലാപരിപാടികളൊക്കെ കഴിയാറായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് സ്പ്രിംഗ് ഓണിയനും ഇട്ടിട്ട് നമ്മൾ ലാസ്റ്റ് ഇളക്കുകയാണ്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കുറച്ചും കൂടെ ഇട്ട് കൊടുത്തു. കാരണം സാധാരണ പാചകക്കാരൊക്കെ ചെയ്യുന്നത് പോലെ നമുക്ക് ഒറ്റ ട്രിപ്പിന് ഉപ്പിട്ടങ്ങ് തീർക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നത്. എന്തായിരുന്നാലും ഉപ്പൊക്കെ സെറ്റായിട്ടുണ്ട്, എല്ലാം റെഡിയാണ്. എൻ്റെ ഫൈനൽ ലുക്ക് നോക്കി. ഇതാണ് കേരള സ്റ്റൈൽ ചൈനീസ് കൊളാബറേറ്റഡ് ചില്ലി ചിക്കൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കഴിച്ചവരെല്ലാവരും നല്ല അഭിപ്രായമാണ് പറയണം. ഓക്കെ, എന്തായാലും കഴിച്ചു നോക്കിയോ. താങ്ക് യു, ബൈ.